അവിഹിതം രചനാ അവതരണം നന്ദു അച്ചു കൃഷ്ണ. വെറുതെ ആണെങ്കിൽ പോലും കിരികിരിപ്പോടെ മാത്രം അടയുന്ന വാതിൽ ടപ്പേയെന്ന് ഉറക്ക ശബ്ദമുണ്ടാക്കി അടഞ്ഞപ്പോൾ ഭയന്നുകൊണ്ടാണ് കട്ടിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റത്. പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട ആളെ തുറച്ചു നോക്കി കട്ടിൽ തന്നെ അവൾ പിന്നെയും ഇരുന്നു. ആരതി. ബന്ധം വെച്ച് നോക്കുമ്പോൾ ആദർശിന്റെ അമ്മാവന്റെ മകളായി വരും. പക്ഷെ കുഞ്ഞിലെ അച്ഛനും അമ്മയും മരിച്ച ആരതിക്ക് ആദർശും കുടുംബവുമാണ് ഇന്നെല്ലാം. ഒറ്റ മകനായിരുന്ന ആദർശിന് ആരതി സ്വന്തം അനിയത്തിയാണെങ്കിൽ രമേശമ്മാമനും ഗീത ചേച്ചിക്കും അവൾ ദൈവം മറന്നു വെച്ചിട്ട് പിന്നെ കടം വീട്ടിയ പോലെ ജനിക്കാതെ പോയ മകളാണ്. പെട്ടെന്ന് അവളെ മുറിയിൽ കണ്ട് ഒന്ന് പിടച്ചെങ്കിലും പിന്നെ നിലത്തേക്ക് നോക്കി തന്നെ ഇരുന്നു. നീ എന്താ മുറിയിൽ കയറിയിരിക്കുന്നത്? എല്ലാവരും പുറത്തു തന്നെയല്ലേ തിരക്കുന്നത്? കാര്യം ഞാനും ആരതിയും ഒരേ ക്ലാസ്സിലാണെങ്കിലും പൊങ്ങമ്പനി വന്ന് അവസാന വർഷം പരീക്ഷ എഴുതാൻ പറ്റാതെ നഷ്ടമായ ആ ഒരു വയസ്സുമൂപ്പിന്റെ അധികാരം ആള് തന്നോട് പലപ്പോഴും കാണിക്കാറുണ്ട്. കഴിഞ്ഞ വർഷാവസാന പരീക്ഷയുടെ സമയത്തായിരുന്നു ആരതിക്ക് വയ്യാതായത്. അവസാന പരീക്ഷ എഴുതാത്തത് കൊണ്ട് തന്നെ ആ ക്ലാസ്സിൽ ഒന്നുകൂടി ഇരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആരതിയും ശ്രീദേവിയും ഇത്രയും അടുത്ത കൂട്ടുകാരാകുന്നത്. എന്തും തുറന്നു പറയാനുള്ള ഒരു സൗഹൃദം ഈ കാലയളവിൽ തന്നെ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളും ആദർശിന്റെ പെങ്ങളെന്നൊരു പ്രത്യേക പരിഗണന ആരതിക്ക് നൽകിയപ്പോഴും ഒരിക്കൽ പോലും ശ്രീദേവി മാത്രം ആദർശിനെ പറ്റി അവളോടൊന്നും ചോദിച്ചിട്ടില്ല. അവളായി ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം വലിയൊരു ചടങ്ങും ഒപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂട്ടുകാരിൽ പലരും ഇവിടെയുണ്ട്. ആദർശന്റെ അമ്മ ഗീതയും തന്റെ അമ്മ ഷീബയും അടുത്ത കൂട്ടുകാരികളാണ്. ഇന്നിപ്പോൾ അതേ സൗഹൃദം തന്നെയാണ് ശ്രീദേവിയും ആരതിയും തമ്മിലുള്ളതും. അതുകൊണ്ട് മറ്റുള്ളവരിലും അധികം ശ്രീദേവിക്കൊപ്പം തന്നെ ആരതിക്കും ആ വീട്ടിലൊരു സ്ഥാനമുണ്ട്. നീ എന്താ ഈ മൂങ്ങിയെ പോലെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്ന് നിന്ന് കാലു കഴിച്ചപ്പോ ഞാനിങ്ങി പോന്നു. ഒപ്പം നടുവേദനയും. മുറിഞ്ഞു തുടങ്ങിയ വാക്കുകൾക്കിടയിലും തന്റെ സങ്കടം പുറത്തു വരാതിരിക്കാൻ ആവുംവട്ടം അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് 7-ന്റെ നടുവേദന എടുക്കാൻ പാകത്തിന് എന്ത് കട്ടപ്പണിയാണ് നീ ചെയ്തത്? നീ എന്താ എവിടെയെങ്കിലും ചൂടെടുക്കാൻ പോയോ? വിടാൻ ഭാവമില്ലാത്ത പോലെ ആരതി അവൾക്കരികിലേക്ക് കയറിയിരുന്നു. ഇല്ല, അറിയില്ല. അപ്പോഴേക്കും മുഖം പൊത്തി അവൾ കരഞ്ഞു പോയിരുന്നു. നീട്ടി ഒന്ന് മൂളിയ ആരതി അവളെ മെത്തയിൽ നിന്നും നോക്കി. പോട്ടെ, കരയണ്ട. അടുത്ത് ചെന്ന മുഖം ഇരുവിരൽ കൊണ്ടും തുടച്ചു കൊടുത്തു. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വിശക്കുന്നില്ലേ? നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, പക്ഷെ വിശക്കുന്നില്ല. അതെന്താപ്പോ വിശക്കാതിരിക്കാൻ? ഞങ്ങൾ കഴിച്ച പോലെ 2 ദോശയല്ലേ നീയും കഴിച്ചിട്ടുള്ളൂ. അല്ലാതെ തെക്കേത്തുടയിൽ കിടക്കുന്ന ഉരുളൻകല്ല് വല്ലതും ഞങ്ങൾ അറിയാതെ എടുത്ത് നീ വിഴുങ്ങിയോ? വിശപ്പ് ഇങ്ങനേ വരാതിരിക്കാൻ? അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ആരതി ദേഷ്യപ്പെട്ടു. വിട് ആരതി, വേദനിക്കുന്നു. അത് പറയുമ്പോൾ ശബ്ദം വല്ലാതെ അവളുടെ നേർത്തിരുന്നു. ഒപ്പം ഉള്ളിൽ കുമിഞ്ഞുകൂടിയ മുഴുവൻ സങ്കടവും ആ ഒരൊറ്റ വാക്കിൽ വന്ന് പുറത്തേക്ക് പോകാൻ കഴിയാതെ തുളുമ്പി നിന്നു. ഈ വേദന ശരീരത്തിന്റെയോ അതോ മനസ്സിന്റെയോ? ശ്രീദേവിയുടെയും വിഷ്ണുവിന്റെയും കിടുപ്പും പഠിത്തവുമെല്ലാം ഈ മുറിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം ശ്രീദേവി ഷീബയും ഇവിടെ അച്ഛനും മോനും മറ്റേ മുറിയിലുമായിരുന്നു. പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ടിലും ഒരു മേശയും 2 കസേരയുമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. വിഷ്ണുവിന് ഒട്ടും കുരുത്തക്കേടില്ലാത്തതുകൊണ്ട് 4-5 തവണ 2 കസേരയുടെയും കാലൊടിഞ്ഞ് അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ തവണ രമേശൻ ഒറ്റയ്ക്ക് ആ മേശ ശരിയാക്കിയത്. അതിന്റെ വിമിഷ്ടം നന്നായി കാണിച്ചുകൊണ്ട് ഒരു കസേരയുടെ കാല് നല്ല ഭേഷായി ആടുന്നുണ്ട്. ഇരുന്നാൽ വീടില്ലെങ്കിലും ആ ആട്ടം എല്ലാവരും ഒന്ന് പേടിപ്പിക്കും. അതിൽ പിടിച്ചാട്ടിക്കൊണ്ടായിരുന്നു ആരതിയുടെ ചോദ്യം. ഓരോ തവണയും കസേരക്കാൽ നിലത്ത് മുട്ടുന്നതിന്റെയും തന്നെ നോക്കുമ്പോൾ മുഖം കടുപ്പിച്ച് ദേഷ്യം പിടിച്ച് നിൽക്കുന്നവളുടെ ഭാവവും സത്യം പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഭീകരത വിളിച്ചു കാണിച്ചു. പറ ദേവി, ഈ വേദന ശരീരത്തിന്റെയാണോ അതോ നിന്റെ മനസ്സിന്റെയോ? വഴക്ക് പറയല്ലേ ആരതി. അറിയാതെ എപ്പോഴോ ഉള്ളിലൊരു ഇഷ്ടം തോന്നിപ്പോയി. എനിക്കറിയാം എന്റെ ഈ രൂപത്തെ ആളൊന്നും നോക്കിയിട്ട് പോലും കാണില്ലെന്ന്. ഇനി ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയുമില്ല. ഒക്കെ അറിയാം. പക്ഷെ എന്നാലും ഇഷ്ടം തോന്നിപ്പോവുകയാ. മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ പിന്നെയും ഓർമ്മ വരും. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വല്ലാത്ത ഇഷ്ടം തോന്നുക. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് തന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആരതി ഒരു നിമിഷം നിന്നു. കുറച്ചു നാളായി തനിക്ക് ഈ സംശയം തുടങ്ങിയിട്ട്. ഏട്ടൻ എപ്പോഴും കാണുന്ന അവസരങ്ങളിൽ എല്ലാ പെൺപിള്ളേരും അങ്ങോട്ടേക്ക് മാത്രം നോക്കുമ്പോൾ ഇവള് മാത്രം നോക്കില്ല. ഏട്ടനെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ ചെവി വട്ടം പിടിച്ച് കേൾക്കുകയും പെൺപിള്ളേർ തന്റെ ഇഷ്ടമാണ് പറയുന്നെങ്കിൽ മുഖം കൂർപ്പിക്കുകയും കൈവിരലൊടിച്ച് ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഉറപ്പായത് ഇന്നാണ്.
നേരിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഒക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇല്ലെന്നൊരു മറുപടിയാണ് താൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സർവം തകർന്നവളെ പോലെ നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവളുടെ അപ്പോഴത്തെ നിൽപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആരതിക്കും വിഷമം തോന്നി. ശ്രീദേവി, പ്ലീസ് കരയില്ലേടി. എനിക്കിഷ്ടാണെടി. എനിക്കറിയാം. പക്ഷെ ചേട്ടൻ അങ്ങനൊന്നും നിന്നോട് കാണില്ല. ഇനിയിപ്പോ പുള്ളി നിന്നെ കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയാ. ആലോചനയുടെ ആരതി ആ കസേരയിലേക്ക് പോയിരുന്നു കൊണ്ട് പറഞ്ഞു. അതുവരെ ആഞ്ഞു പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് മുഖമുയർത്തി അവളെ കേൾക്കാനായി തുടങ്ങി. സത്യമാ ദേവി, നിനക്കറിയാലോ, ഞാനും ഏട്ടനും തമ്മിൽ നല്ല കൂട്ടാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഏകദേശ ചുട്ടുകളിയൊക്കെ എനിക്കറിയാം. ഏതൊക്കെ പെണ്ണ് ഏട്ടനെ നോക്കി, ആ ഏട്ടൻ ആരെയൊക്കെ വായി നോക്കി, അങ്ങനെ ഏകദേശം മൊത്തം വിവരവും ഈ എന്റെ കയ്യിൽ രാത്രി വന്ന ആള് വിളമ്പാറുണ്ട്. എന്നെ കുറിച്ച് ആദ്യേട്ടനെ കുറിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടുള്ള ആ ചോദ്യത്തിന് അവൾ പ്രതീക്ഷിക്കുന്ന മറുപടി ഒരിക്കലും തനിക്ക് പറയാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആരതിയുടെ കണ്ണുകൾ താന്നു. അറിയാമായിരുന്നു, എന്നാലും വെറുതെ ചോദിച്ചു പോയതാ. പിന്നെയും അവളുടെ സ്വരമിടറി കണ്ണു നിറഞ്ഞു. കരയല്ലേ ദേവി, ഞാൻ ഞാൻ വേണമെങ്കിൽ ഏട്ടനോട് നിന്നെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ആ പക്ഷയിൽ അടങ്ങിയിരിക്കുന്ന 1000 അർത്ഥങ്ങൾ ഈ കാലത്തിനുള്ളിൽ ദേവിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഏട്ടന്റെ ഇപ്പോഴത്തെ ലൈന് നീ കണ്ടിട്ടില്ലേ? മനക്കിലെ ആ ദീക്ഷി, അവളാണ് ഏറ്റവും പുതിയത്. തുടങ്ങിയിട്ട് ഏതാണ്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. പക്ഷെ ഭയങ്കര നോട്ടവും പറച്ചിലും കാണലും ഒക്കെയാണെന്ന അറിവ്. നീ കണ്ടിട്ടില്ലേ അവളെ? നല്ല ചുവന്ന് തുടുത്ത് ആപ്പിള് പോലല്ലേ ആ പെണ്ണിരിക്കുന്നത്. സ്ത്രീ സഹജമായ കുശുമ്പിൽ അവളുടെ മുഖമൊന്ന് കോടി. സത്യം പറയാലോ ദേവി, അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്റെ ഏട്ടൻ പോലും കറുത്തതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു പക്ഷെ ഏട്ടനും തോന്നുന്നുണ്ടാവും. അതാകും ഈയിടെയായിട്ട് എന്നും മഞ്ഞളും തേപ്പും ഫേസ് വാഷ് ഉപയോഗിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് മുറിയിൽ ഒരു മുട്ടൻ ഫെയർ ആൻഡ് ലവ്ലി കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. പുറത്തെപ്പ പോകുമ്പോഴും ഇപ്പൊ ഇതൊക്കെ വാരി തേച്ചോണ്ടാ ആളുടെ പോക്ക്. നേരത്തെ അത്രയും കരഞ്ഞതിന്റെ ഏങ്ങലടി ഉണ്ടായിരുന്നെങ്കിലും ദേവി അവളെ അടുത്ത് കേൾക്കാൻ വേണ്ടി അവളിരുന്ന് ആടുന്ന ആ കസേരയ്ക്ക് താഴെ ചമ്രം പിടഞ്ഞിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചേനെ ദേവി. അത്രയും പറഞ്ഞ് ആരതി അവളെ മൊത്തത്തിൽ ഒന്നുകൂടി നോക്കി. പക്ഷെ ഏട്ടന്റെ ഇന്ന് വരെയുള്ള എല്ലാ ലൈനും ഭയങ്കര വെളുത്തിട്ടാടി. നിനക്കത് അറിയാവുന്നതല്ലേ? അങ്ങേയറ്റം ആ മഞ്ജുഷിക്ക് പോലും നിന്നെക്കാളും കളറുണ്ടായിരുന്നു. എന്നിട്ടും ഏട്ടൻ തേച്ചു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെടി നിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ചെല്ലുക? ചീത്ത വിളിക്കും. പോരാത്തതിന് കളിയാക്കല് വേറെ ഉണ്ടാകും. അതുകൊണ്ട് നീ ഏട്ടനെ മറക്കുന്നതായിരിക്കും പെണ്ണെ നല്ലത്. അല്ലാതെ ഏട്ടൻ നിന്നെ വെറുതെ പോലും പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാമായിരുന്നു, പ്രതീക്ഷിച്ച തന്നെയുമാണ്. പക്ഷെ എന്തോ സങ്കടം വന്ന് നിറയുന്നു. മുഖം പൊത്തി അവൾ പിന്നെയും കരഞ്ഞു. ഒട്ടും വിഷമം സഹിക്കാൻ പറ്റാതെ ആരതിയുടെ മടിയിലേക്ക് വീണുപോയവൾ. അത് കണ്ടതും അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ പകച്ചുപോയി ആരതിയും. ഇതിനിടയിൽ അമ്മയും വല്യമ്മയും അമ്മൂമ്മയും അമ്മമ്മയും വേണ്ട പഞ്ചായത്തിലുള്ള ഏറെക്കുറെ എല്ലാ പേരും ആ മുറിയിൽ വന്ന് കയറി ഇറങ്ങിപ്പോയി. അപ്പോഴൊക്കെ അവൾക്ക് തലവേദന, വയറുവേദന, കാലുവേദന എന്ന് വേണ്ട ലോകത്തില്ലാത്ത ഒരുമാതിരിപ്പെട്ട സകല വേദനകളുടെയും പേര് പറഞ്ഞ് താൻ അവളുടെ കണ്ണുനീരിന് കാരണം കൊടുത്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇതിനൊരയവും വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആരതി പിന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങിയത്. ദേവി, മതി നിർത്തിക്കേ. നീ എന്തിനിങ്ങനെ മരിച്ചു കിടന്ന് കരയുന്നത്? എന്റെ ഏട്ടൻ പറഞ്ഞോ നിന്നെ അങ്ങേര് പ്രേമിക്കുന്നുണ്ടെന്ന്? അല്ലെങ്കിൽ അങ്ങേരെ നിന്നെ പിടിച്ച് തേച്ചോ? ഇതൊന്നുമില്ലല്ലോ. പിന്നെന്തിനടി പുല്ലേ അങ്ങേര് പോലും അറിയാത്ത ഒരു പ്രേമത്തിന് വേണ്ടി നീ ഇവിടെ കിടന്ന് കാറിപ്പൊളിക്കുന്നത്? എടി, ഞാനൊരു സത്യം പറഞ്ഞു തരാം. ഈ ലോകത്തെ എല്ലാവരുടെയും ഒന്നും ആദ്യ പ്രേമം വിജയിക്കില്ല എന്ന് കരുതി അവരൊക്കെ നിന്നെപ്പോലെ കിടന്ന് കാറിപ്പൊളിക്കാൻ തുടങ്ങിയാൽ ഈ പഞ്ചായത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോവും പെണ്ണെ. അതുകൊണ്ട് നീ ഇതൊക്കെ മറന്ന് പഴയ പോലെ ആവാൻ നോക്ക്. അല്ലാതെ ചുമ്മാ കണ്ണീര് നായികാരെ പോലെ. ഛേ, നിനക്കിതൊക്കെ വളരെ ഈസിയായി പറയാൻ പറ്റും. കാരണം നീ ഇന്നാരെയും പ്രണയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് എന്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ല. കെറിവിച്ചുകൊണ്ടുള്ള ദേവിയുടെ മറുപടിയിൽ മടിയിൽ നിന്നും എഴുന്നേറ്റവൾ അല്പം നീങ്ങിയിരുന്നു. ആ ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന? പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോൾ ദേ കൂരായണ. അവൾക്ക് പറയാൻ എന്റെ അവൾക്ക് കരയാനും പറയാനും എന്റെ മടി വേണം. പരാതി കേൾക്കാൻ എന്റെ ചെവി വേണം. പക്ഷെ എന്നെ വേണ്ട. കലികാലം. ദേവിയുടെ മുഖത്തൊന്ന് നോക്കി അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നു. അതുപോലെ നിന്നോടാരടി പുല്ലേ പറഞ്ഞത് ഞാൻ പ്രേമിച്ചിട്ടില്ലെന്ന്? ഏ ഏ നീ നീയും പ്രേമിക്കുന്നുണ്ടോ? ആരെയാ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ.
ആ നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്നവളുടെ ശബ്ദം മാറി പെട്ടെന്ന് ആളെ അറിയാനുള്ള ആകാംക്ഷ അവിടെ വന്നു നിറഞ്ഞു. അയ്യടി, ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നവൾ. നീ എന്നോട് പറഞ്ഞായിരുന്നോടി നീ എന്റെ ചേട്ടനെ പ്രേമിക്കുന്നൂന്ന്. അത് പിന്നെ, അവള് കണ്ണു താഴ്ത്തി. ഏത് പിന്നെ? ഓ, അപ്പൊ പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലേ. ഇനി നീ പറ, ആരാ നിന്റെ ആള്? കിട്ടിയ ധൈര്യത്തിൽ തിരിച്ചടച്ചു. ഇല്ല, പറയില്ല. പറഞ്ഞാ നീ കളിയാക്കും. ഏ, ഞാൻ കളിയാക്കാനോ? എന്തിന്? അത് നിന്നെ. അങ്ങനെ ഇപ്പൊ ആരാ ആള്? ദേവി താടിയിൽ കയ്യും കെട്ടി നിന്ന് ആലോചിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിലൂടെ ആരതിയോട് സംസാരിക്കുന്നതും ആരതി പോയി സംസാരിക്കുന്നതുമായ കുറെ പയ്യന്മാരുടെ മുഖം ഓടിപ്പോയി. പെട്ടെന്ന് ഓർമ്മ വന്നാലെ അവള് ചോദിച്ചു, എടി, 9A രാകേഷ് ഏട്ടനെയല്ലേ? ഉം ഉം. അവൾ തോളിയുയർത്തി. ബിയിലെ കണ്ണേട്ടൻ? അല്ല. അല്ലേ? എങ്കിൽ ഉറപ്പായും 10ാം ക്ലാസ്സിലെ ഷാഫീക്ക. അല്ലോ, അതുമല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട, +1 നിതിൻ ചേട്ടായി. അയ്യോ, അല്ല അല്ല അല്ല. ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ആരതി അലറി. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ആരടി കുരങ്ങെ? കാണുമ്പോൾ നിന്നെ പിടിച്ചലകുന്ന ആ മരവോടൻ ശാർദൂല വിക്രീത പണ്ഡിതനോ? താൻ പറഞ്ഞ ഒരാൾ പോലും അല്ലെന്നുള്ള ദേഷ്യത്തിൽ ട്യൂഷൻ സെന്ററിൽ അവരെ മലയാളം പഠിപ്പിക്കുന്ന സാറിന്റെ പേരവൾ വിളിച്ചു പറഞ്ഞു. ആരതി നീട്ടിയൊന്ന് മൂളി. ആ മൂളലിൽ സത്യം പറഞ്ഞാൽ ദേവി ഞെട്ടിപ്പോയി. ഏ, സത്യാണോ? ഇടി ആരതി, ആ പുള്ളി എന്നെ കെട്ടിയതല്ലേ? എടി, 4-5 മാസം മുന്നേ നമ്മൾ ഒരുമിച്ച് പോയതല്ലേ അയാളുടെ കല്യാണത്തിന് പായസം കുടിച്ചത്? എന്നിട്ടാണോടി ശവമേ നീ അയാളെ കയറി പ്രേമിക്കുന്നത്? ഉഫ്, എടി, പ്രേമത്തിന് അങ്ങനെ കണ്ണും മൂക്കും ഒന്നും ഇല്ലടി. അതുകൊണ്ടല്ലേ നീ ചേട്ടായിയും ഞാൻ അങ്ങേരെയും കയറി കൃത്യമായി പ്രേമിച്ചത്. നമുക്ക് 2 പേർക്കും അറിയാം ഇതൊന്നും നടപ്പുള്ള കേസുകെട്ടല്ലാന്ന്. എന്നിട്ടും നീ ഇരുന്ന് മൂങ്ങുന്നു, ഞാൻ ദേ ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്നു. കുറച്ചു മുന്നേ ഇവരെ തിരക്കാൻ വന്ന അനിയത്തി കൊച്ചിന്റെ കയ്യിലിരുന്ന ലഡു തട്ടിപ്പറിച്ച് വായിലേക്ക് വെച്ചുകൊണ്ട് ആരതി അവളെ നോക്കി. സാറപ്പോ ഒന്ന് കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് ശരിക്കും സങ്കടം വന്നു കാണൂല്ലേ? സ്വന്തം വിഷമം മനസ്സിലാലോചിച്ചപ്പോൾ ദേവിയുടെ വായിൽ നിന്നും അറിയാതെ വീണു. എന്തിനു സങ്കടം? അതിനങ്ങനെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് എനിക്ക് സാറിനോട് പ്രേമമില്ലേടി. ഇതിപ്പോ തുടങ്ങിയിട്ട് 10-25 ദിവസമേ ആയുള്ളൂ. എന്നിട്ട് ഞാനിരുന്ന് കരയുന്നുണ്ടോ? ഇല്ലല്ലോ. നീ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയെങ്ങനെ ഞാനിരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ മിനിമം 3 കുളമെങ്കിലും ഞാൻ നമ്മുടെ പഞ്ചായത്തിന് ഫ്രീ ആയി നൽകിയേനെ. ഇത് വല്ലതും അറിയുമോ നിനക്ക്? എന്നിട്ടാ ഇവിടെ ഒരുത്തി കിടന്ന് കരയുന്നത്. വലിയ കാര്യത്തോട് പറയുന്നതിനൊപ്പം കയ്യിലിരുന്ന 2 ലഡുവും ആരതി തിന്നു തീർത്തു. കഴിച്ചു കഴിഞ്ഞ് നൂന്ന് നോക്കുന്ന ആരതി കാണുന്നത് കടിച്ചു കീറാനെന്ന പോലെ നിൽക്കുന്ന ദേവിയാണ്. ഏറ്റില്ല അല്ലേ? നിഷ്കളങ്കത വാരി വിതറിയുള്ള ചോദ്യത്തിന് നട്ടപ്പുറത്തൊരു തല്ലായിരുന്നു മറുപടിയായി കിട്ടിയത്. 7-8 ദിവസത്തിന് ശേഷമുള്ള ട്യൂഷൻ പോക്ക് കുറച്ച് ഭീകരം തന്നെയായിരുന്നു. ആദ്യമായി ഗേൾസ് സ്കൂളിൽ ചേർന്നത് എത്ര ഉപകാരമായി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ട്യൂഷനിലെ ആക്രമണം. കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്ന ചടങ്ങിന്റെ കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ക്ലാസ്സിൽ ചെന്ന അന്നു മുതൽ ആൺപിള്ളർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവളെ കളിയാക്കാനുള്ള ഒരവസരവും പാഴാക്കാറില്ല. ദിവസങ്ങൾ പിന്നെയും ഓടി മറിഞ്ഞു. ആദർശിനു വേണ്ടി ആരതിയുടെ മുമ്പിൽ കരഞ്ഞതല്ലാതെ പിന്നീട് അങ്ങോട്ടൊരു ദിവസവും ദേവി അവനെപ്പറ്റി അവളോട് തിരക്കുകയോ ഒരു വാക്കുക ചോദിക്കുകയോ ചെയ്തില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു രാത്രി പോലും അവന്റെ ഓർമ്മകളില്ലാതെ അവളുടെ തലയണ നനഞ്ഞു മാറാതെ ഇരുന്നിട്ടില്ല. 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ അവസാന ദിവസം സന്തോഷവും സങ്കടവും ഒക്കെ പറഞ്ഞ് കൂട്ടുകാരെ പിരിയുന്നതിനിടയിൽ ആരതിയും ദേവിയും തേടിയെത്തിയ വാർത്തയിൽ 2 പേരുടെയും കാലിനടിയിലെ മണ്ണ് ഒരുപോലെ ഒലിച്ചുപോയി. അപ്പോൾ എന്നെ വായിക്കുന്ന എല്ലാ കൂട്ടുകാരോടും കഥ നിങ്ങൾക്ക് പതിയെ പതിയെ ഇഷ്ടമാകും. എല്ലാവരും ഒപ്പം ഉണ്ടാവണേ. നന്ദി.